ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയുന്നത് എങ്ങനെ നമ്മുടെ ഫോണിൽ കസ്റ്റം ROM ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിനായി ആദ്യം നമ്മുടെ ഫോണിൽ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യണം. അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോൺ ഫാസ്റ്റ് മോഡിലേക്ക് ആക്കണം. ആൻഡ് ഫാസ്റ്റ് മോഡിലേക്ക് ആക്കിയ ഫോണ് നമ്മുടെ PC കണക്ട് ചെയ്യുക. ഇത് എൻ്റെ പഴയ വേർഷനാണ് MIUI, അതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റ് ബൂട്ട് എന്ന് കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫാസ്റ്റ് ബൂട്ട് എന്ന് എഴുതിയിട്ടായിരിക്കും. അപ്പോൾ PC ആദ്യം തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ടൂൾസ് പറഞ്ഞൊരു ഫോൾഡർ കോപ്പി ചെയ്ത് വെക്കണം. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പറയുന്ന റിക്കവറി കോപ്പി ചെയ്യുക. ഈ റിക്കവറിയാണ് നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ CMD ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങളും ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് തന്നെ നമ്മൾ ഇവിടെ ഒരു ഫാസ്റ്റ് ബൂട്ട് ഫ്ലാഷ് റിക്കവറി എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ റിക്കവറി അതിലേക്ക് കോപ്പി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ എന്ന് കൊടുക്കുക. ആൻഡ് അപ്പോൾ സെൻഡിങ് റിക്കവറി എന്ന് കാണിക്കും. ആൻഡ് അത് ഫിനിഷ് ആകുമ്പോൾ നമ്മുടെ ഫോണിൽ റിക്കവറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. ആൻഡ് നമ്മൾ ഫോണ് പുതിയ റിക്കവറിയിലേക്ക് പോകാനായിട്ട് ഫാസ്റ്റ് ബൂട്ട് റീബൂട്ട് റിക്കവറി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കസ്റ്റമർ റിക്കവറിയിലേക്ക് പോകും. ഇതാ ഇപ്പോൾ നമ്മൾ TWRP ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ TWRPക്ക് ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ സ്ക്രീൻ ലോക്ക് വല്ലതുണ്ടെങ്കിൽ അത് ചോദിക്കും. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റ മൗണ്ട് ആവും. ആൻഡ് എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കസ്റ്റം ROMൻ്റെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിക്കോ അല്ലെങ്കിൽ നമ്മുടെ SD കാർഡിലേക്കോ കോപ്പി ചെയ്യണം. ആൻഡ് എന്നിട്ട് ഇതിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ആ പറയുന്ന സിപ്പ് ഫയൽ എടുക്കുക. ആൻഡ് എന്നിട്ട് സ്വൈപ്പ് ടു ഫ്ലാഷ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാവാൻ കുറച്ച് നല്ലോണം ടൈം ആവും. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ബാക്കിലേക്ക് പോയിട്ട് വൈപ്പ് എന്ന ഇത് സെലക്ട് ചെയ്യുക. ആൻഡ് എന്നിട്ട് അതിൽ ഫോർമാറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ നമ്മൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ ഫോർമാറ്റ് ആവും. ആൻഡ് എന്നിട്ട് റീബൂട്ട് സിസ്റ്റം കൊടുക്കുക. ആൻഡ് ഇത് ഫസ്റ്റ് ടൈം റീബൂട്ട് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റമറിൻ്റെ ബൂട്ട് അനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഞാൻ അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കസ്റ്റമർ അവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന റിക്കവറി REDMI Note M Pro ഉള്ളതാണ്. അത് നിങ്ങളുടെ ഫോണിന് വേറെ റിക്കവറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ആൻഡ് ആ റിക്കവറി ഫയൽ എടുത്തിട്ട് സെയിം പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ആകാശ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് റൂട്ടഡ്. And I'm signing out.